അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് കണ്ണാടിക്കൽ ചന്തയിലേക്കുള്ളത്. ചന്ത കഴിഞ്ഞിട്ട് 1 മാസം 1.5 മാസം ആയെങ്കിലും വീഡിയോ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപാടെ തന്നെ ഭയങ്കര റഷായിരുന്നു. മൂന്നാമത്തെ ദിവസം കഴിയുമ്പോഴത്തേനും നിറച്ചാണ്. ഫസ്റ്റ് ദിവസം പോയത് കോമഡി ആയിരുന്നു, നമ്മൾ മാത്രം ഉണ്ടായിരുന്നു, വേറെ ആരും ഇല്ലാണ്ട് നമ്മൾ പോയി വന്ന്. അങ്ങനെ അവിടെ എത്തിയപാടെ ഇവാൻ എന്തിനൊക്കെയോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ എത്തിയപാടെ നമ്മൾ ഒരു പായസപ്പീടിയുണ്ട്. പായസം കണ്ടാൽ എൻ്റെയും മമ്മീൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നമ്മൾ അവിടെ നിന്ന് 2 പായസമൊക്കെ വാങ്ങിച്ച്, മുളയരിയും അടയായെന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിച്ച്. അവിടെ പായസം വാങ്ങുന്ന ഇടയിൽ ഇവാൻ എന്തിനൊക്കെയോ വാശി പിടിച്ച് കരയുന്നുണ്ട്. നല്ല കരച്ചിലാണ്, എന്തൊക്കെയോ വേണം, അവന് കാണുന്നതെല്ലാം വേണം എന്ന് പറഞ്ഞിട്ടും കരഞ്ഞ് 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 വൈത്താലെ നടക്കുന്നുണ്ട്. ഞാൻ അവനങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവൻ കൊണ്ടുപോയത് നമ്മളെ ഇന്നലെ വാങ്ങിച്ച അതേ ഫാൻ വാങ്ങാനാണ്. ഇന്നലെ അത് വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുതിയത് വേണമല്ലോ, അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുപോയാണ്. ഞങ്ങൾ മെല്ലെ മെല്ലെ ഈ കരച്ചിലുകൊണ്ട് അവൻ എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നറിയാം. അങ്ങനെ കരഞ്ഞ് ഞങ്ങളെയും കൊണ്ടുപോയി. അങ്ങനെ ആ ഫാനൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പിന്നെ എന്തൊക്കെയോ വാങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഫർസനാനെടുത്ത് മെല്ലെ കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ പായസമൊക്കെ കുടിച്ച് മെല്ലെ മെല്ലെ അവൻ്റെ വൈത്താലെ ഇങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ ഓരോന്ന് നോക്കി നടക്കുക. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേനും നല്ല റഷ് കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ള മൂടേ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു പോകാൻ വിചാരിച്ചു. അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി വാനി എടുത്ത് മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഓൻ ഓരോന്നിനിങ്ങനെ ആശി പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊന്നും കേൾക്കാത്ത പോലെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുക തന്നെ. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടിയുണ്ടോ നോക്കിയപ്പോൾ അതാ പൈനാപ്പിൾ ഉപ്പിലിട്ടുണ്ട്. അപ്പോൾ ഞാനും ഫർസിന് അവിടെ നിന്ന് പൈനാപ്പിൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങിച്ച്. മമ്മി വാങ്ങിച്ചില്ലേനു. പിന്നെ ഇവാൻ അവിടെ എത്തിയ അവിടെ തന്നെ പിന്നെ ഒരു ഒക്കെ കണ്ട് അതിന് വേണമെന്ന് പറഞ്ഞ് കരിഞ്ഞ് അത് പിന്നെ വാങ്ങിച്ച്. പിന്നെ അതാ ഈ ഫാൻ കൊണ്ട് നല്ല കാറ്റ് കൊള്ളുന്നുണ്ട്. അവിടെ നല്ല ചൂടാണല്ലോ, നല്ല റഷാണല്ലോ, എനിക്കും കൊള്ളിച്ച് തരുന്നുണ്ട്. എൻ്റെ കണ്ണ് പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബോളൊക്കെ വാങ്ങിച്ച് വലിയ കാര്യത്തിൽ കൊടുത്ത പാട് എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് തുടങ്ങി അവൻ്റെ കരച്ചിൽ. പിന്നെ ഒരു ഒന്നൊന്നര കരച്ചിലേനു. ഓൻ ആ ബോളേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓൻ കരഞ്ഞ് ഓടി നടന്ന് കരയുന്നതിന്. അങ്ങനെ പിന്നെ ഓൻ ഈ മേലോട്ട് പറപ്പിച്ച് വിടുന്ന ഈ സാധനം കണ്ടിട്ട് ഇത് മതി, ബോൾ ഓന് വേണ്ടാന്ന് തന്നെ. അങ്ങനെ പിന്നെ നമ്മൾ അതും വാങ്ങിച്ച്. അത് അറിയുന്ന പോലെ ഓൻ വാങ്ങിച്ചൊക്കെ കൈമ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മെയിനായിട്ട് നിൽക്കുന്നുണ്ട്, അത് അന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ഓനും ഒക്കെ കൂടി പോയി ഒരു തട്ടുകടയിൽ കയറി കാടമുട്ട കഴിക്കാൻ വേണ്ടി പോയതാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് കോഴിമുട്ട. പിന്നെ നമ്മൾ പാവല്ല അഡ്ജസ്റ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല, അവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേറെ ഒന്നും കഴിക്കാനുള്ള വിശപ്പില്ലേനു. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച്. ഞാൻ മമ്മി ഇതാ ബോളൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരിക്കുന്നത്. അങ്ങനെ ഫർസിന് അതിൻ്റെ മേലെ കുറേ താജ്മഹൽ പണിയുണ്ട്, അതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് അവന് മനസ്സിലാവില്ല. പിന്നെ അവൻ എന്തൊക്കെയോ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം ഇതും കഴിച്ച് നമ്മൾ നേരെ ഓട്ടോ വിളിച്ച് വേഗം വീട്ടിൽ പോയി. ഇനി ഇവിടെ നിന്നാലോ, ഇനിയും ആരോന്നിന് കരിയല്ലോ വിചാരിച്ച് വേഗം ഇനി എടുത്ത് നമ്മൾ വീട്ടിലോട്ട് പോയി.